അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള നാട്ടുകാരെ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, നമ്മുടെ ഈ നാട്ടിൽ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് തെരുവുനായ്ക്കളുടെ ശല്യം. ചെറിയ കുട്ടികളാവട്ടെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ, എവിടേക്കും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകാക്രമണവും ഇല്ലാതെ തെരുവുനായ്ക്കൾ കുട്ടികളെ ആക്രമിക്കുന്ന ഒരവസ്ഥ. ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശരിക്കുള്ള ഒരു വ്യക്തമായുള്ള ഒരു നടപടി നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നോ ഉണ്ടാവുന്നില്ല. ഇപ്പോഴും വളരെ ആളുകൾ അപകടകരമായ രൂപത്തിലാണ് ആളുകൾ ഇതിനെന്ത് ചെയ്യണത് സമീപിക്കുന്നത്. അതായത് ഒരു നായ്ക്കളെ കൊല്ലാനോ അല്ലെങ്കിൽ അതിനെ ഇല്ലാതെയാക്കാനോ ഉള്ള ഒരു സംവിധാനം നമ്മുടെ ഗവൺമെൻറ് നിയമത്തിലില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിരന്തരമായിട്ട് ഇന്ന് നമ്മുടെ ജില്ലയിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ, അത് ഇന്ന ഭാഗങ്ങളിൽ നിന്നല്ല, ചിലപ്പം മലപ്പുറത്തായിരിക്കും അല്ലെങ്കിൽ പാലക്കാടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലകളിൽ നിരന്തരമായിട്ട് വഴിയാത്രക്കാരെ ഉപദ്രവിക്കുന്ന നായ്ക്കൾ, അല്ലെങ്കിൽ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ, അല്ലെങ്കിൽ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും വഴികളിലൂടെ നടക്കുന്ന ആളുകളെ, സഹോദരിമാരെ ആണെങ്കിലും സഹോദരങ്ങളെ ആണെങ്കിലും, ഇതിന് ശരിക്കൊരു നിയമം നമ്മുടെ കേരളത്തിലില്ല. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യൂല, ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള ഒരു നിയമ നടപടികൾ എന്ത് ചെയ്യും. പണ്ട് നമ്മളൊക്കെ സ്കൂൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ, അതായത് ഒരു 90 അല്ലെങ്കിൽ 89, 90 കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ സ്കൂളിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അങ്ങാടിൻ്റെ മുന്നിലൊക്കെ ഒരുപാട് തെരുവ് അപ്പോൾ ഈ തെരുവ് നായ്ക്കളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെതിരെ, ഈ തെരുവ് നായ്ക്കൾക്കെതിരെ ഒരാളും ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. അത് ഡെയിലി അങ്ങനെ ന്യൂസ് ചാനലുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിങ്ങനെ അവതരിപ്പിക്കാമെന്നല്ലാതെ അതിന് വ്യക്തമായ ഒരു അവരെ ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ചാനലുകൾ ആരും പറയുന്നില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ പന്നികളെ കൂട്ടം പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ, അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പന്നികളുടെ കാര്യം പറഞ്ഞാൽ, പന്നികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആളുകൾക്കും ഒരു കൃഷിയോ അല്ലെങ്കിൽ അനുബന്ധ കാര്യങ്ങളോ ഉണ്ടാക്കാൻ പറ്റണില്ല ഈ പന്നികൾ കാരണം. അതിപ്പോൾ പൂളക്കിഴങ്ങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കപ്പ എന്ന് പറയുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ മരച്ചീനി, പല ഭാഗങ്ങൾക്കും പല പറയുക. കപ്പ പറയും, പൂളക്കിഴങ്ങ് എന്ന് പറയും, മരച്ചീനി എന്ന് പറയും, ചില ഭാഗത്ത് കൊള്ളി എന്ന് പറയും. അപ്പോൾ ആ ഭാഗങ്ങളിൽ ആളുകൾക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഒക്കെ പന്നികൾ വന്ന് നിരത്തുകയാണ്. അതേപോലെ നെല്ലുണ്ടാക്കുന്നത് ഞങ്ങളെ തൊട്ടടുത്ത് എൻ്റെ സ്ഥലം പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ മുളയങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഏകദേശം 1 ഏക്കറോളം നെല്ല് പന്നികൾ വന്ന് എന്ത് ചെയ്തു, അത് കൊയ്യേണ്ട ആവശ്യമൊന്നും അവരുണ്ടാക്കിയില്ല. അത് ഒരുപോലെ ഉണ്ട്, ഒരു പന്ത് കളിക്കുന്ന രൂപത്തിലുള്ള ഒരു ഗ്രൗണ്ടാക്കി അവർ മാറ്റി. ഇപ്പോൾ വീടിൻ്റെ സമീപത്തുള്ള തെങ്ങുകുഴികളൊക്കെ എന്ത് ചെയ്യാണ്, അവർ ആളുകൾ കളക്കുന്നതിനേക്കായി ഉഷാറായിട്ടാണ് കളച്ചു പോണത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ മരങ്ങൾക്കല്ലാതെ മറ്റുള്ള നമ്മളുണ്ടാക്കുന്ന പച്ചക്കറികളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളായിക്കോട്ടെ, അതിനെ ഒന്നും ഉണ്ടാക്കാൻ എന്ത് ചെയ്യണില്ല, ഇവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതിന് വ്യക്തമായ ഒരു സംവിധാനം നമ്മളെ ഭരണകൂടം ചെയ്യണം. ഇവർ കാരണം നമുക്കൊരു വണ്ടി കൊണ്ടോ, പന്നികൾ കാരണമാണെങ്കിലും നായ്ക്കൾ കാരണമാണെങ്കിലും ഒരു വണ്ടി കൊണ്ടോ റൂട്ടിലേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വഴിയിലൂടെ സഞ്ചരിക്കാനോ ഏതൊരാളുകൾക്ക് സഞ്ചരിക്കാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. ഇതിന് വ്യക്തമായൊരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. ഈ തെരുവ് നായ്ക്കൾ, ഏത് നായ്ക്കളൊക്കെയാണ് കടിക്കാമെന്ന് പറയാൻ പറ്റില്ല. ചില നായ്ക്കൾ വളരെ സൈലൻ്റ് കാരണം അപ്രതീക്ഷിതമായ കടിയാണ്, അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള കടിയാണ് നായ്ക്കൾ കടിക്കുക. ആ നായിനെ കണ്ടാൽ തോന്നൂല നമുക്ക് ആ നായ്ക്ക് പേനുണ്ടെന്നോ അല്ലെങ്കിൽ ആ നായ ഒരു അക്രമകാരി എന്ന് അറിയില്ല. നമ്മൾ അതിൻ്റെ അടുത്ത് കൂടെ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കൂടെ പോകുമ്പോഴേക്കാരം മൂടി വന്നിട്ട് കടിക്കുക. അപ്പോൾ അതിനൊരു സംവിധാനം, ഒരു സൊല്യൂഷന് പ്രിയപ്പെട്ട ഗവൺമെൻറ്റുകാർ ഉണ്ടാക്കി തരണം. ജനങ്ങളെന്ത് ചെയ്യണം, ഇതിന് കയ്യും മനസ്സൊക്കെ മറന്ന് രാഷ്ട്രീയം നോക്കാതെ ഇതിന് ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള നമ്മൾ ഈ
എന്താണ് നായൊക്കെ കടിച്ചിട്ട് വാക്സിൻ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് എന്ത് പറ്റില്ല, ആ വാക്സിൻ എടുത്ത് അതുകൊണ്ട് നമുക്കതുകൊണ്ട് ഉപകാരം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ വല്ല പേനായ്ക്കളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ പ്രയാസപ്പെടുന്ന നമ്മുടെ കൺമുന്നിൽ കാണേണ്ടി വരും. എന്നിട്ട് അവരെന്ത് ചെയ്യേണ്ടി വരും, ദയാവധത്തിന് വിധേയരാക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനാധിപത്യ മതേതര വിശ്വാസികൾ ഈ ഒരു വിഷയം കണക്കിലെടുത്തുകൊണ്ട് ഇതിനൊരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ എല്ലാവരും എന്ത് ചെയ്യണം, മുന്നിട്ടിറങ്ങണം. കാരണം പണ്ടത്തെ കാലങ്ങളിലൊക്കെ നായിനെ ഒന്നായിട്ട് കൂട്ടിയിട്ട് കൊല്ലുമായിരുന്നു. ഇപ്പം അതിന് സംവിധാനമില്ല. അപ്പോൾ നായ്ക്കളൊക്കെ നല്ല കൂറ്റന്മാരായിട്ട് നടക്കുകയാണ്. അതിനെതിരെ എന്ത് ചെയ്യണം, ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു നടപടികൾ ഇവരെ നമ്മളെ ഈ ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് ഒഴിവാക്കാൻ അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും വീഡിയോസ് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക.